ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഒരു ഡോക്ടർ, ഈ നാസർ ആശുപത്രിയിലെ ബോംബ് വീഴുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? കാരണം ബോംബ് വീഴുമ്പോഴും നമ്മൾ കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ സ്ത്രീകളെ രക്ഷപ്പെടുത്താനും ഒക്കെ താങ്കൾ ശ്രമിക്കുന്നതിനിടയിലാണോ ഈ ബോംബ് വീഴുന്നത്? ഈ വെടിയുച്ചയുടെ ശബ്ദം എപ്പോഴെങ്കിലും താങ്കളുടെ ഈ ഡോക്ടർ എന്ന നിലയിലുള്ള ജോലിയിൽ നിന്ന് താങ്കളെ മടക്കിയിട്ടുണ്ട്? താങ്കൾ നാസർ ആശുപത്രിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് തുടരണം. നാസർ ആശുപത്രിയിൽ 2 പ്രാവശ്യമാണ്, നേരത്തെ പറഞ്ഞു 2 പ്രാവശ്യമാണ് ഞാൻ ഉള്ളപ്പോൾ തന്നെ, ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി ആ ആശുപത്രിയിൽ 3-4 പ്രാവശ്യം ബോംബിങ് നടത്തിയിട്ടുള്ളൂ. ഒരു വലിയൊരു ഈ ആശുപത്രി 600 ബെഡുള്ള വലിയൊരു ആശുപത്രിയാണ്, 6 നില കെട്ടിടമാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ താഴത്തെ നിലയിലാണ് എമർജൻസി വിഭാഗം, കാഷ്വാലിറ്റി വിഭാഗം, അവിടുത്തെ എമർജൻസി വിഭാഗം ഏറ്റവും താഴത്തെ നിലയിലാണ്. ആ താഴത്തെ നിലയിൽ ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 മണിക്കൂറിലൊക്കെ ഏകദേശം 50 മുതൽ 100 പേരൊക്കെ ഈ പറയുന്ന ഈ റെഡ് സോണിൽ മാത്രം ഗുരുതരമായ പരിക്കേറ്റുള്ള ആൾക്കാർ മാത്രം ഏകദേശം വന്ന് ഒരു മണിക്കൂറിനകത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുറത്തു പോകാൻ പറ്റാത്ത കാലത്ത് ഒരു 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു 6-7 മണി വരെയെങ്കിലും, അതും വിവിധ രീതിയിലുള്ള പരിക്കുകളാണ്. ഒരു 10 മണി മുതലാണെങ്കിൽ ഈ പറഞ്ഞ തലേ ദിവസം തൊട്ട് വെടികൊണ്ടിട്ടുള്ള ആൾക്കാരുടെ കൂട്ടമായിട്ടായിരിക്കും വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഈ ആൾക്കാർ തമ്മിൽ കുത്തിയും ഒക്കെ ഈ ഭക്ഷണം കയ്യിലാക്കിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ഒരു സിവിൽ വാർ, ഒരു സിവിൽ അൺട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ആൾക്കാർ തമ്മിൽ കുത്തിയിട്ട് അതിന്റെ പരിക്കേറ്റ ആൾക്കാരായിരിക്കും. വൈകിട്ടാണെങ്കിൽ ട്രക്കുകൾ മുഴുവൻ ഇതുപോലെ അതിന് ട്രക്കിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കാൻ പോകുന്ന ആൾക്കാരും മോഷ്ടിച്ച ആൾക്കാരും ഒക്കെ വണ്ടിയുടെ അടിയിലൊക്കെ ആയി പോയിട്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിൽ നിന്ന് ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ട് മരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സ്ഥിരമായിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോ ഈ ബോംബ് വന്ന് വീഴുമ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്, 6ാമത്തെ നിലയിലാണ് ബോംബ് വീഴുന്നത്. 6ാമത്തെ നിലയില് അന്ന് അവിടെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളും മറ്റുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഒരു ഹോസ്റ്റൽ പോലെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമായിരുന്നു. തൽക്ഷണം തന്നെ ഏകദേശം 15 മുതൽ 20 പേര് മരിക്കുകയും ബാക്കി ഒത്തിരി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ഇപ്പൊ ഇത്രയും പേര്, അതിന് കൂടെ ഒരു റോയിട്ടേഴ്സിന്റെ ഒരു പത്രപ്രവർത്തകനും അവിടെ മരിക്കുകയുണ്ടായി. അപ്പോ ഇത് കണ്ടിട്ട് താഴെ നിന്നുള്ള സെക്യൂരിറ്റി ജീവനക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ പുറത്തുള്ള ഒരു ഏണിപ്പടി കൂടെ അതിനകത്ത് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. ഇവരെല്ലാരും ഒരു 19 ആൾക്കാർ മുകളിൽ കയറിയപ്പോഴാണ് അടുത്ത വെടിവെയ്പ്പ് നടക്കുന്നത്, അടുത്ത മിസൈൽ വരുന്നത്. അതായത് അതിന് ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത്, ഒന്നിന് പിറകെ ഒന്നായിട്ട്. ആദ്യം ഒരു മിസൈൽ അയക്കുക, അതിനകത്ത് കുറച്ച് പേര് മരിക്കും. ആ മിസൈല് കാരണം മരിച്ച ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള രക്ഷാപ്രവർത്തകര് അവിടെ കയറുമ്പോൾ അടുത്ത മിസൈൽ വരും. അങ്ങനെ രക്ഷാപ്രവർത്തകരടക്കം 2ാമത്തെ മിസൈൽ വന്നപ്പോൾ ഏകദേശം 50 പേരാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 ഇതും കൂടെ ആയപ്പോൾ മാത്രമല്ല എനിക്ക് മനസ്സിലായത്, എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ പറയുന്ന ഈ വെടിവെയ്പ്പ് വലിയ മിസൈൽ വന്ന് വീഴുമ്പോൾ കെട്ടിടം ആകെ മുഴുവൻ കുലുങ്ങും. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ കെട്ടിടത്തിലാണ് വന്ന് വീണതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും വലിയ കുലുക്കം ഉണ്ടാവും. മറ്റു ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കെട്ടിടത്തിന്റെ നമ്മുടെ ആശുപത്രിയുടെ ചുറ്റുമൊക്കെ ആയിരിക്കും വെടിവെയ്പ്പോ ഇല്ലെങ്കിൽ മിസൈലോ ബോംബിങ്ങോ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് ദൂരമൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ അടുത്തല്ല എന്നൊക്കെ തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല, കെട്ടിടം കുലുങ്ങും, നന്നായിട്ട് ഒരു ഭൂമി കുലുക്കം പോലെ ഭയങ്കരമായി കുലുങ്ങുകയും ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയും ചെയ്യത്തില്ല. അപ്പോ ഇത് നിമിഷങ്ങൾക്കകം കുട്ടികൾ ഇങ്ങനെ വന്നപ്പോ മഹമ്മൂദിന്റെ ഫോണിലേക്ക് മഹമ്മൂദിന്റെ അമ്മ വിളിക്കുകയാണ്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എവിടെയാണ് നീ? ഹോസ്പിറ്റലാണോ? ഇവിടെ വാർത്ത വന്നിരിക്കുന്നു, ആശുപത്രിയിൽ ബോംബ് ചെയ്തിരിക്കുന്നു എന്ന് വാർത്ത വന്നിരിക്കുന്നു, നിനക്ക് പരിക്കുകൾ ഉണ്ടോ, നിനക്ക് എന്താണ്, നീ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ബഹളം കാരണം ഈ ഫോണ് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഈ ഫസ്റ്റ് ഒരു പെട്ടെന്ന് അദ്ദേഹം പുറത്തു പോയി. ഞാൻ ഫോൺ വിളിച്ചിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തെത്തുന്നത്. പുറത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും 2ാമത്തെ ബോംബ് മുകളിൽ വീണ് കഴിഞ്ഞു. അതിന്റെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങള് അതെല്ലാം കൂടെ ഈ മുഹമ്മദിന് പുറത്ത്
പതുക്കുകയും അദ്ദേഹം തൽക്ഷണം അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാര് പെട്ടെന്ന് ഒരു 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 നിമിഷം കൊണ്ട് ഇങ്ങനെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ദാ വരാന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് അതിന്റെ ഡെഡ് ബോഡി എത്തുമ്പോൾ ഉണ്ടാവുന്ന ഷോക്ക് ഭയങ്കരമാണ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഈ ജോലി ചെയ്യണമോ വേണ്ടേ എന്നൊക്കെ പലപ്പോഴും ഒക്കെ ആലോചിച്ചു പോകും. എന്നാലും 2 ബോംബിങ് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന കാഷ്വാലിറ്റി മുഴുവൻ ഈ പറയുന്ന പേഷ്യൻസിനെ കൊണ്ട് നിറയുകയും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത്രയും നമ്മുടെ കൂടെ നിൽക്കുന്നതും ഐസിയുവിൽ വർക്ക് ചെയ്യുന്നതും ഈ പറയുന്ന നമ്മുടെ കൂടെ അത്രയും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് മുഴുവൻ പരിക്കേറ്റ് വരുന്നത്. അതൊരു വല്ലാത്ത നമ്മളെ നടുക്കുന്ന ഒരു രംഗമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്.